ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ അത്താഴത്തിന് എണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, ഈ നേരത്തെ എണിക്കാൻ വലിയ മടിയാണല്ലേ, ആ സമയത്തായിരിക്കും ഒത്തിരി ഉറങ്ങുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്താണ് എല്ലാവർക്കും നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടോ? എന്ത് പറയണു? അപ്പോൾ ഇതാ ഞാൻ അത്താഴത്തിന് മീൻ വറുക്കുക കേട്ടോ. മീനും നമ്മുടെ വെണ്ടിക്ക കറി കേട്ടോ. ഒന്ന് വെണ്ടിക്കറി മീൻ പൊരിച്ചതാണ്. അപ്പോൾ ഉള്ളി കുറച്ചിട്ടിട്ട് ഇങ്ങനെ മീൻ ഈ നേരത്താട്ടോ പൊരിക്കണം ഞാൻ. അപ്പോൾ ചൂടോട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ അത്താഴത്തിന് എന്താ കഴിക്കുക, ഒരു ചൊടിയൊക്കെ വേണ്ടേ. പിന്നെ ഇറച്ചിനോടും പച്ചമീനിനോടും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇറച്ചി മീനൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ചൂടും അല്ലേ, അതുകൊണ്ട് ഇറച്ചിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാവും. അപ്പോൾ അതാ നങ്കി മീൻ മാന്തൾ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് വറുക്കുകയാണ്. വെണ്ടിക്ക കറിയുമാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. പപ്പടമൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ തിന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. ഇത് തിന്നാലേ നല്ല വെള്ളം കുടിക്കും. അപ്പോൾ അതാ അങ്ങനെ ഞാനും എല്ലാവരും എണിച്ചിട്ടുണ്ട്. പല്ലും മോറൊക്കെ കഴുകി നമ്മൾ കഴിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ നിർബന്ധം കേട്ടോ. എനിക്ക് എന്തായാലും തലവേദന മാറൂല, അല്ലെങ്കിൽ ചായ വേണം. പിന്നെ കഴിക്കണം മുമ്പ് ഗുളികയും കഴിക്കും കേട്ടോ. ഞാൻ ഗുളിക കഴിക്കാൻ മറന്നു, ഒക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഗുളിക കണ്ടപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ ആദ്യം ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക, ഷുഗറിൻ്റെ ഗുളികയൊക്കെ കഴിച്ച ശേഷം കേട്ടോ ചോറ് കഴിക്കുള്ളൂ. പിന്നെ നമുക്ക് നോമ്പ് തുറന്നിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുളികയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ വാങ്ങണം. അപ്പോൾ ഇതാ റിൻഷിമോള് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ റിയാസ്ക്ക് ഞങ്ങളെല്ലാവരും ഒപ്പോട്ടെ താഴത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കും. അപ്പോൾ അതാ ചോറേക്കിലേക്ക് കഴിഞ്ഞ് ചായ കുടിക്കുക കേട്ടോ. ചായയും പിന്നെ നേന്ത്രപ്പഴം ഉണ്ട്, അപ്പോൾ ഒരെണ്ണം കഴിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾ 3:45 എണിക്കും കേട്ടോ. 3:45 എണിച്ച് മീനൊക്കെ പൊരിച്ചു, ചോറൊക്കെ വെച്ചു, ചായയൊക്കെ കുടിച്ചു. പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേനും കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും വാങ്ങ് വിളിക്കും. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് നിസ്കരിക്കും കേട്ടോ. അമ്മയും ഞാനും റിൻഷിമോളൊക്കെ ഇവിടെ നിന്ന് നിസ്കരിച്ച്. അപ്പോൾ ഏകദേശം എന്താ ഒരു 5:20 വാങ്ങ് കൊടുക്കും തോന്നുന്നു. 5:20 കഴിഞ്ഞതും വാങ്ങ് കൊടുക്കും കേട്ടോ. ഈ നേരത്തെ ഒരു കിളി ഇങ്ങനെ കത്തും. 5 മണിക്ക് വിളിക്കണ കിളിയാണത്. അഞ്ചുമണിയായി എനിക്ക് പിന്നെ ഈ നേരം ആയാൽ 5 മണി ആ സമയത്ത് ഒരു കിളിയുണ്ട് കേട്ടോ. അതിങ്ങനെ വന്ന് കുറുകും. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും അതിങ്ങനെ വന്ന് വെച്ചുണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് ഒരു അലാറം പോലെയാണ്. പിന്നെ ഇതാ അങ്ങനെ കുറച്ച് കഴിഞ്ഞത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോയി ഇത്തിരി നേരം ഓതലൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കും കേട്ടോ. കടന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലത്തെ വീഡിയോ ഇട്ടോ എടുക്കുള്ളൂ. അങ്ങനെ നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. റീസ് കുട്ടി സ്കൂളിൽ പോയി കേട്ടോ. അപ്പോൾ റിൻഷിക്ക് ഇന്ന് ക്ലാസ്സില്ല. പിന്നെ അപ്പോൾ ഫാത്തിമ കുട്ടിക്ക് ഇന്ന് നമ്മൾ ഇവിടെ പോവുകയാണ്, ഹോസ്പിറ്റലിൽ പോവുകയാണ്. അവൾക്ക് ഇന്നലെ കണ്ടില്ലേ, പോയപ്പോഴത്തേനും വെയ്യാണ്ടായി. അപ്പോൾ അങ്ങനെ അവളായിട്ട് ഹോമിയോയിൽ പോവുക കേട്ടോ. അവൾക്കുള്ള മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മേടിച്ച് കഴിഞ്ഞ് പെരുന്നാളാകുമ്പോൾ പോകാൻ പറ്റില്ലല്ലോ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ച് കാണിച്ച് വരുമ്പോൾ എങ്ങനെയും 3 മണിയൊക്കെ ആവും. വന്നിട്ട് വേണം നോമ്പ് തുറക്കാനുള്ളത് ഉണ്ടാക്കാൻ. അപ്പം ഇന്ന് പറ്റിയ പത്തിരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നേരത്തെ വന്നാൽ പിന്നെ ഉമ്മയാണ് പത്തിരി ഉണ്ടാക്കുന്ന ആൾ. ഉമ്മക്ക് അറിയുള്ളൂ കേട്ടോ. ഞാൻ പത്തിരി ഉമ്മളാരെ ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, എനിക്ക് അറിയില്ല ഉണ്ടാക്കാൻ അത്ര. അപ്പം ഉമ്മയാണ് അതിൻ്റെ എക്സ്പെർട്ട് ആൾ. അപ്പം ഉമ്മ വല്യമ്മേനെ കാണാൻ പോയിക്കാണ്. വന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് വേണം നോമ്പ് തുറക്കാനൊക്കെ റെഡിയാക്കാൻ. സമയമുണ്ടല്ലോ, ഇനിയിപ്പോൾ ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് പോവും. വന്നിട്ട് പിന്നെ അസർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പോയിട്ട് വേഗം തിരക്കില്ല പറഞ്ഞാൽ വേഗം മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരും. അവിടെ ബുക്കിംഗ് ചെയ്ത് കാണിക്കാൻ ഇരിക്കണം, പിന്നെ മരുന്ന് വാങ്ങാനിരിക്കണം. അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ എന്താ പറയുക, എന്താ അവിടെ പറയുക, ഡെയിലി പോണതും മറന്നു കേട്ടോ എനിക്ക്. ചുണ്ണാമ്പുത്തറാന്നാണ് കേട്ടോ. ഞാൻ തുണികൾ അലക്കാനിട്ടിട്ടുണ്ട്, ഒന്ന് അലക്കി എടുക്കട്ടെ. എന്നിട്ട് വേണം ഒരു 12:15 12:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. ഋജു
റജിക്കുട്ടിന്റെ ഫ്രണ്ടില്ലേ അവളോട് പോയി കളിക്കിപ്പോ. അപ്പം ഞങ്ങൾ ഹോമിയോയിലാട്ടോ, അമൃത ഹോമിയോ ചുണ്ണാമ്പത്തറയിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ റജിക്കുട്ടിക്ക് നല്ലൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടിയിട്ടാ കളിക്കാൻ. അവളെയും കൊണ്ടാണ് ഞങ്ങൾ പോയത്, അംഗനവാടിക്കൊന്നും വിട്ടില്ല. പിന്നെ അതാ ഞങ്ങൾ അവിടെ അവളുടെ കൂടെ ഒരേ കളിയായിരുന്നു കേട്ടോ. ആ കുട്ടി ഹിന്ദി നാട്ടിലത്തെ കുട്ടിയാട്ടോ. ആ കുട്ടി പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒരേ കരച്ചിലായിരുന്നു, റജിക്കുട്ടി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പാവം അവൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടാട്ടോ വന്നത്. അവൾ ഒരേ കരച്ചിൽ, നല്ല സ്നേഹമുള്ളൊരു കുട്ടി കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഞങ്ങൾ ഹോമിയോന്ന് വന്നു കേട്ടോ. വന്ന് ഇനിയിപ്പോൾ വരുമ്പോൾ 2:30 ആയി കേട്ടോ. ഇനി വന്ന് പിന്നെ അസ്റും ളുഹറും ഒക്കെ നിസ്കരിച്ചു ശേഷമാണ് ഞാൻ അടുക്കളയിൽ കയറിയത് കേട്ടോ. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരേ ബഹളോട്ടോ, പിന്നെ കളിയും ഇതൊക്കെ. അപ്പോൾ ഒത്തിരി സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ കൂട്ടുകാരെ, ക്ഷമിക്കണേ. അപ്പോൾ അങ്ങനെ ഇതാ വീടെത്തിയിട്ട് പിന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ വല്യമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് കഞ്ഞിയൊക്കെ വാങ്ങാൻ പോയിട്ട്. അപ്പോൾ ഉമ്മയാണ് ഡെയിലി കഞ്ഞിയൊക്കെ വാങ്ങാൻ പോകട്ടോ, ചീരക്കഞ്ഞി. പിന്നെ ഇന്ന് പത്തിരി ആട്ടോ ഉണ്ടാക്കണം. അപ്പം ഉമ്മയാണ് പത്തിരിൻ്റെ ആൾ. അപ്പം ഉമ്മ പത്തിരിയൊക്കെ ഉണ്ടാക്കി തരുമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ എനിക്ക് പത്തിരി അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം ഉമ്മ തന്നെ കേട്ടോ ഉമ്മ ഉണ്ടാക്കി തരുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതാ പത്തിരിയും, പിന്നെ പത്തിരിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ സാമ്പാർ കുറച്ച് വെക്കുന്നുണ്ട്. അവൾക്ക് മുളക് സാമ്പാർ വേണം പറഞ്ഞപ്പോൾ ഗ്യാസാണ്, പക്ഷെ എന്നാലും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ജീരകവെള്ളമൊക്കെ വെച്ച് കുടിക്കും, അപ്പോൾ ഗ്യാസിന് കുറച്ച് ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ ഗ്യാസിന് കംപ്ലൈൻറ്റ് ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി. വെള്ളം കുടിക്കണതിനും അതിൽ ജീരകവെള്ളം കുടിച്ചാൽ കേട്ടോ. നമ്മുടെ ഉലുവയും വലിയ ജീരകവും വറുത്ത് വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് വലിയ ജീരകവും ഉലുവയും വേണം നല്ല വറുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നല്ല തിളപ്പിച്ചിട്ട് അത് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കേട്ടോ ചെയ്യാം. അപ്പോൾ ഉമ്മ പരത്തി അങ്ങനെ ഉരുട്ടി ചുട്ടെടുക്കും കേട്ടോ അങ്ങനെ. പിന്നെ അതേ അടുപ്പിൽ ചോറും വെക്കണം കേട്ടോ. അപ്പോൾ അത്താഴത്തിനുള്ള ചോറും ഞാൻ അങ്ങനെ വെക്കും, വൈകുന്നേരം കേട്ടോ വെക്കുക. പിന്നെ വന്നിട്ട് സാമ്പാറും ഉണ്ട്. പിന്നെ എനിക്ക് വെണ്ടിക്കച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മതി വിചാരിച്ചു. പിന്നെ ഇതാ കുഞ്ഞാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പരത്തി എടുക്കണം കേട്ടോ. പിന്നെ വലിയ റിസ്ക് കേട്ടോ നമ്മുടെ പത്തിരിപ്പണി. അപ്പം ഞാനിതാ കുറച്ച് സാമ്പാർ വെക്കാനുള്ള ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെണ്ടിക്കയൊക്കെ. അപ്പം ഞാൻ അതൊന്ന് വേഗം റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ സാമ്പാർ ഗ്യാസിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ വോയിസ് കൊടുക്കുമ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അടുത്തുണ്ട് കേട്ടോ. ഒച്ച ഉണ്ടാക്കണ്ട. അപ്പോൾ ഇതാ ഞാനപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് നമ്മുടെ മഗ്‌രിബ് നിസ്കരിച്ച ശേഷം കുറച്ച് നേരം ഓതിയൊക്കെ കഴിഞ്ഞ് ഗ്യാപ്പ് ഇടുന്ന സമയത്താട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഏഷ്യ നിസ്കരിച്ചിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇടയിൽ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണമല്ലോ, കുറച്ച് റിസ്ക് എടുത്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എന്നാണെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകുക കേട്ടോ. അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി ഈ ഒരു നല്ല പുണ്യമാസത്തിൽ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് കിട്ടട്ടെ, റബ്ബ് ആഗ്രഹം സാധിച്ച് തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാം. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ അമ്മയും. അപ്പോൾ ഇതാ നമ്മുടെ നൊങ്ക് ജ്യൂസാട്ടോ അത്. അപ്പോൾ നോമ്പ് തുറക്കാൻ ഇമ്മ കുറച്ച് നൊങ്ക് ജ്യൂസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം കലക്കിയതുണ്ട്, പിന്നെ കാരക്ക ഉണ്ട്, പിന്നെ റിയാസ്ക്ക് വരുമ്പോൾ തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജ്യൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ബാങ്കൊക്കെ വിളിച്ച് ഞാനും എല്ലാവരും കൂടെ ഇന്ന് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇനി നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കും, വെള്ളം കുടിച്ചിട്ട് നിസ്കരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റൊക്കെ കുറവാണ്, മാക്സിമം എല്ലാവരും കമൻറ്റ് ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനും നോമ്പൊക്കെ തുറന്നു. അപ്പം നമുക്കങ്ങനെ 3 നോമ്പ് കിട്ടിയിട്ടുണ്ട്. ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടട്ടെ. വീണ്ടും ഒന്നുകൂടി ദുആ ചെയ്യാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും.